ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് കാന്താരി വെച്ചിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ എങ്ങനെ ഈ അച്ചാർ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനും വേണ്ടി ആദ്യം എൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് കാന്താരി പറിച്ചു കൊണ്ടുവരട്ടെ. ഇതാണ് എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള കാന്താരിൻ്റെ ചെടികൾ. അപ്പോൾ ഇതിലുള്ള കാന്താരിയൊക്കെ ഞാൻ പറിക്കുകയാണ്. 3 വിധം കാന്താരി ഉണ്ട്, 3 വിധം കാന്താരിയും പറിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കാന്താരിയൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കഴുകി വെള്ളമൊക്കെ തുടച്ച് ഞാനിതാ വൃത്തിയാക്കി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പറ്റൂല ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഞാൻ ഈസി കുക്കുമ്മയാണ് ഉണ്ടാക്കണത്. ഞാനിതാ ഒരു ചട്ടി ഈസി കുക്കിൽ വെച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ, ഓയിൽ ഇതൊന്നും പറ്റൂല. നല്ലെണ്ണയിൽ മാത്രമേ ഈ അച്ചാർ ഉണ്ടാക്കാൻ പറ്റൂ. എണ്ണ നല്ല ചൂടായി വന്നപ്പോൾ ഈ കാന്താരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ കാന്താരി വേവാൻ പാടില്ല, ഒന്ന് വാടി കിട്ടാനേ പറ്റുള്ളൂ. ഒന്നിട്ട് കുഴഞ്ഞ് കിട്ടിയാൽ ഈ കാന്താരി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതാ കാന്താരി ഫുള്ളും എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു. അപ്പോൾ എണ്ണയിൽ കടുക് ഇട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അധികമൊന്നും വേണ്ട, കുറച്ച് മതി. വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി, ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി ഉണ്ട്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒരു ഗോൾഡൻ കളർ ആവോളം ഒന്ന് വഴറ്റി കൊടുക്കണം ഈ എണ്ണയിൽ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടതാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കണം, ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത്. ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ച് അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ വരൽ തുടങ്ങി. ഈ പുളിവെള്ളമൊക്കെ തിളച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടല്ലോ ഇതിൽ. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. ഞാൻ ഒരു സ്പൂണ് നിറയെ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ല സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി, അത് എരിവായിരിക്കും. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കളറും കിട്ടും, എരിവുണ്ടാവില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് തിളച്ച് ഈ വെള്ളം ഒന്നും വറ്റി കിട്ടണം. ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വറ്റി കിട്ടണം ഈ വെള്ളം, പുളിവെള്ളം. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ആ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഒന്ന് വന്നോട്ടെ. അധികം വേവാൻ പാടില്ല മുളക്. അതാ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കുകയാണ്, ഈസി കുക്ക് ഓഫാക്കുകയാണ്. ഇനി ഈ ചൂടിൽ കടന്ന് വെന്തോളും അത്. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ. ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണിത്. ഉലുവൻ്റെ പൊടിയാണെങ്കിൽ ഒന്ന് ചൂടാക്കി ഒരു ചെറുതായി ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലുള്ളൂ ആ സ്മെല്ല് ഇതിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കുറച്ച് വിനാഗിരി വേണ്ടത് കേട്ടോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുള്ളൂ, പുളി വെള്ളമാണല്ലോ, പുളി ഉണ്ടാവും. അപ്പം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ അച്ചാർ റെഡി ആയിട്ടോ. ഇതാണ് അച്ചാർ. കാണുമ്പോൾ തന്നെ എന്തോ നല്ല രസമല്ലേ കാണാൻ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച്
കുറച്ച് ശർക്കരപ്പൊടിയാണ്. ഞാനൊരു ശർക്കര എടുത്ത് പൊടിച്ചതാണിത്. അധികം വേണ്ട, കുറഞ്ഞൊരു മധുരം വേണം. ഇപ്പോഴാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ്. മധുരവും പുളിയും എരിവും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു അച്ചാറാണിത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടു. വീട്ടിൽ കാന്താരിയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പം ഞാനിതാ ചൂടാറിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്തതാ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ചാർ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.